ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ബലവാനുണ്ട്, ബലഹീനനുണ്ട്. ദുർബലം വരുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്ന വാക്കാണ്. ഒരു വ്യക്തിയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുവാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഈ പകൽ ദൈവത്തിൻ്റെ വിലപ്പെട്ടൊരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് സംബോധന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആ വെളിപ്പാടിൻ്റെ ആഴം ഇതാകുന്നു. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ 15-ാമത്തെ വാക്യത്തിലും, അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെ മുമ്പാകെ വലിയവനാക്കി, അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം വായിച്ചു വരുമ്പോൾ അടിമത്തം, പാപത്തിൻ്റെ അടിമത്തം, ശാപത്തിൻ്റെ അടിമത്തം, ഗ്രഹതലങ്ങളുടെ അടിമത്തങ്ങൾ, ഇങ്ങനെ അടിമത്തത്തിൻ്റെ ശക്തി ഭയങ്കര ഗൗരവത്തോടെ കയറി വന്ന കാലഘട്ടങ്ങൾ. പ്രയോജനപ്പെടേണ്ട വ്യക്തികൾ പ്രയോജനപ്പെടാതിരിക്കാൻ തക്കവണ്ണം എവിടെയൊക്കെ അടിച്ചമർത്താൻ പറ്റുമോ അങ്ങനെ അടിച്ചമർത്തുന്ന ഒരു വലിയൊരു നീണ്ട നിര നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. സകല അടിമത്വത്തിൻ്റെയും മുമ്പിൽ ഒരു പരിഹാരകനെ ദൈവം കണ്ടിട്ടുണ്ട്, ഒരു മോചനം കണ്ടിട്ടുണ്ട്. ആ മോചക നിമിത്തം അവരെ അടിമത്തത്തിൽ നിന്ന് സ്വർഗത്തിലെ കർത്താവ് മാറ്റി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ആ അടിമത്വത്തിൻ്റെ പൈശാചിക സ്വാധീനത്തിൻ്റെ ശക്തിയിൽ നിന്നും മനുഷ്യനെ ആദാമിനെ ഹവ്വയെ പുറത്താക്കിയ ശേഷം ആ ഉത്തരവാദിത്വം സ്വർഗത്തിലെ കർത്താവ് ഏറ്റെടുത്തു. ഓരോ ഘട്ടം കഴിയും തോറും അടിമത്വത്തിൻ്റെ ആ ശുഷ്കിച്ച അവസ്ഥയിൽ നിന്നും മോചിപ്പിപ്പാൻ തക്കവണ്ണം ഓരോ വ്യക്തികളെ പരിശുദ്ധാത്മാവ് കണ്ടു. പുറപ്പാട് പുസ്തകം നാം വായിച്ചു വരുമ്പോൾ മോശ എന്ന വിലപ്പെട്ട അഭിഷക്തനെ കർത്താവ് തിരഞ്ഞെടുത്തു. 41-ാമത്തെ വർഷം മുതൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അടിമ ചങ്ങലയിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ മോശ എന്ന വലിയ നേതാവിനെ കർത്താവ് കണ്ടു. അഭ്യാസം പഠിപ്പിച്ചു, അറിവ് തികഞ്ഞു, വിവിധ വിഷയത്തെക്കുറിച്ച് ജ്ഞാനം പ്രാപിച്ചു, ഏത് വിഷയത്തെയും നയപരമായി കൈകാര്യം ചെയ്യാൻ തക്കവണ്ണമുള്ള പരിജ്ഞാനം സംബന്ധിച്ചു, ഏത് ചോദ്യത്തിനും കൊടുക്കേണ്ട മറുപടി കൊടുക്കുവാൻ തക്കവണ്ണമുള്ള വിശേഷത ബോധ്യപ്പെടുത്തി. അങ്ങനെ വളരെ പരിജ്ഞാനത്തോടുകൂടെ ഇസ്രായേൽ മക്കളെ മിസ്രൈം എന്ന ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും മോശ നിമിത്തം കർത്താവ് കൊണ്ടുവന്നു. വീണ്ടും ജനത്തിന് പരിമിതി വെളിപ്പെട്ടു. നമുക്കറിയാം, ഒരു യോർദാൻ, ഒരു ചെങ്കടൽ, ഒരു മരുഭൂമി. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കടൽ, മരുഭൂമി, യോർദാൻ. ഇങ്ങനെ 3 തട്ടകത്തിൽ 3 തലത്തിലാകുന്നു പ്രശ്നം തലപൊക്കി നിൽക്കുന്ന മേഖല. ഈ 3 പ്രശ്നത്തിനെയും 2 ഘട്ടം ജീവിപ്പാൻ തക്കവണ്ണം ദൈവം മോശയെ ഉപയോഗിച്ചു. 1 മിസ്രൈം അടിമത്തം, 2 ചെങ്കടൽ മേഖല, 3 മരുഭൂമിയുടെ മേഖല. അപ്പോൾ ഈ തലങ്ങൾ മുഴുവൻ മോശയെ ദൈവാത്മാവ് അവിടെ ഉപയോഗിച്ചു. എന്നാൽ വീണ്ടും ഒരു യോർദാൻ കടന്നു വന്നു. ആ യോർദാനിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം യോശുവയെ കർത്താവ് കണ്ടു. അപ്പോൾ യോശുവ നിമിത്തമാകുന്നു യോർദാന്റെ കെട്ടിൽ നിന്നും ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വാക്ക്. അവിടെ വരുമ്പോഴാണ് നാം വായിച്ച വാക്യം, അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെ മുമ്പാകെ വലിയവനാക്കി. ഞാനിന്ന് രാവിലെ ദൈവമക്കളോട് ഗൗരവത്തോടെ പറയേണ്ട ഒരു പദം, പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ വണ്ണം ജീവിതത്തിൽ പരിമിതിയിട്ട സ്ഥാനത്ത് നിന്നും ഒരു വിശേഷമായ ഒരു വിലപ്പെട്ട വിടുതലുമായിട്ട് ദൈവാത്മാവ് യോശുവയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ജനത്തിന് മനസ്സിലായത്, മോശ മരിച്ചപ്പോൾ ഞങ്ങൾ അനാഥത്വമായെന്ന് ചിന്തിച്ചത്. പക്ഷെ അതിനേക്കാളും ശക്തമായ ദൂതും വിടുതലുമായിട്ട് യോശുവയെ ദൈവം കണ്ടല്ലോ. അന്ന് യോശുവയെ അവന് മുമ്പാകെ വലിയവനാക്കി തീർക്കുവാൻ കാരണമായി. ഇന്ന് രാവിലെ ഏതെങ്കിലും തലത്തിനകത്ത് ഒരു ശുഷ്കിച്ച അവസ്ഥകളോ ശൂന്യമായ മേഖലകളോ ദൈവമക്കൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ വലിയവനാക്കി മാറ്റി ഒരു വിലപ്പെട്ട അവകാശത്തിന് നമ്മെ പാത്രിമുതനാക്കി ദൈവ മർമ്മങ്ങളുടെ വിശേഷതകൾ ദൈവാത്മാവ് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം കർത്താവിന് നമ്മെ അത്ഭുതമാക്കി തീർക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്നെ വിടുവിപ്പാൻ ആരുമില്ല എന്ന് ചിന്ത വരുമ്പോൾ
എന്നെ അടുത്ത കരയിലേക്ക് കൊണ്ടുവയ്ക്കുവാൻ തക്കവണ്ണം ആരുമില്ല എന്ന് തോന്നൽ വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയാം, എന്നെ സാന്ത്വനപ്പെടുത്തുവാൻ, എന്നെ ഉയർത്തുവാൻ, എന്നെ അത്ഭുതമാക്കി മാറ്റാൻ ദൈവം ഒരു യോശുവയെ ഉപയോഗിച്ചതുപോലെ യോശുവയെ പഴയ നിയമത്തിൻ്റെ രക്ഷകനായും യേശുവായിട്ട് കാണുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി സ്വർഗസ്ഥ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന മശീഹ തമ്പുരാൻ നമുക്ക് രക്ഷകനായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ആ യേശു നമ്മെ വിടുവിച്ച് നമ്മെ വലിയവനാക്കി പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തനാണെന്ന് ഇന്ന് രാവിലെ നമുക്ക് നിർണ്ണയിക്കാം. ധൈര്യത്തോട് പറയാം, പരിശുദ്ധ പിതാവേ, ആമെ വലിയവനാക്കുന്ന കർത്താവ്, ആയുഷ്കാലം മുഴുവൻ ബഹുമാനം നിലനിർത്താമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാവിലെ ഏതെങ്കിലും ഭാഗത്ത് ശുഷ്കിക്കുകയോ ശൂന്യം അനുഭവിക്കുകയോ ചെയ്ത പ്രിയപ്പെട്ടവർ ഇന്നൂത് കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിന്മേൽ ഒരു വിലപ്പെട്ട വിടുതലിലേക്ക് നയിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല പരാജയങ്ങളെയും കർത്താവ് പണിയണമേ. നാമത്തിൽ വരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്.